മനോഹരമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ അനുവദിച്ച സർവശക്തനും കൃപാലുവുമായ ദൈവത്തിന് ഈ പകലിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് അടുത്തു ചെല്ലാം. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകം, ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ എന്നെയും നിങ്ങളെയും നമുക്കുള്ളവരെയും ദൈവം അത്ഭുതകരമായി കഴിഞ്ഞ നാളുകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ രാത്രിയിലും പരിപാലിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ പലരും പലതിലും അസ്വസ്ഥരാണ്. നമ്മളായിരിക്കുന്ന പഞ്ചായത്ത്, നമ്മളായിരിക്കുന്ന മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, നമ്മളായിരിക്കുന്ന പ്രാദേശിക ജില്ല, നമ്മളായിരിക്കുന്ന സംസ്ഥാനങ്ങൾ, നമ്മളായിരിക്കുന്ന രാജ്യം, നമ്മുടെ രാജ്യമായിരിക്കുന്ന ഭൂഖണ്ഡം. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം താഴെത്തട്ടിൽ നിന്ന് അങ്ങ് മേളിൽ ഉന്നതങ്ങളിൽ അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്ന സ്ഥലത്തു പോലും പലപ്പോഴും പല കാര്യങ്ങൾക്കും നീതി ലഭിക്കാതെ നമ്മൾ പലപ്പോഴും നീതിക്ക് വേണ്ടി വേദനിച്ച് അപേക്ഷിച്ച് നടക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ നീതിയുള്ള ഒരു ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് അനീതിയും അസമത്വവും അഴിമതിയും നിറഞ്ഞ ഈ ലോകത്തിൽ നീതിയുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു രാജാവ് ഭരിക്കണമെന്ന് സാമാന്യം എല്ലാ ജനത്തിൻ്റെയും ഒരാഗ്രഹമാണ്, അഭിലാഷമാണ്. പക്ഷേ അതെന്നുണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ വായിച്ച വേദഭാഗം, ഒരു രാജാവ് നീതിയോടെ വാഴും. നീതിയുള്ള രാജാവ് ക്രിസ്തുവാണെന്ന് ഇവിടെ അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയാണ്. നീതിയുള്ള രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും നീതിയും കരുണയുമുള്ളവരായിരിക്കും. അവര് നീതിയും കരുണയുമുള്ളവരായിരിക്കുമ്പോൾ പൊതുജനങ്ങളും അവരുടെ ഭരണാധികാരികളെ പോലെ ആ ഭരണാധികാരികളുടെ സ്വഭാവമുള്ളവരായിത്തീരും. ഭോഷത്വം സംസാരിക്കുന്നവരും സ്വാർത്ഥത പ്രവർത്തിക്കുന്നവരുടെയും ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവരുടെയും തനി നിറം നമ്മുടെ രാജാതിരാജാവ് നീതിയോടെ വാഴുമ്പോൾ അവരുടെ തനി നിറം വെളിപ്പെടുവാനിടയായിത്തീരും. അതേസമയം നീതിമാന്മാർ മാനിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട നീതിയും സമാധാനവും ഒക്കെ നിഷേധിക്കപ്പെടുമ്പോൾ ഇന്ന് പകലിൽ ആരും നിരാശപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി നീതിയുള്ളൊരു രാജാവ് ഭരണത്തിനായി ഉണ്ട് എന്ന് മറന്നു പോകരുത്. ഒരുപക്ഷെ നാം താമസിക്കുന്ന, നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നീതിയുള്ളൊരു ദൈവം
വരുവാനുള്ള ഭരണത്തെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് നീതി നൽകുവാൻ, നമ്മെ മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്നു പകലിൽ നിങ്ങളുടെ ന്യായമായ, നിങ്ങളുടെ നീതി നിഷേധിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും യേശുവിനോടുന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? നിങ്ങൾക്ക് വേണ്ടി അവൻ നീതി ഉറപ്പാക്കും. മറന്നു പോകരുത്. ഇന്നു പകൽ അതിനായിട്ട് നമുക്ക് ഒന്ന് വേർതിരിക്കാം. ഒരു ദിവസം കൂടെ തന്നില്ലേ? നീതിയുള്ള ദൈവത്തിൻ്റെ പാദപീഠത്തിലെങ്കിലേക്കൊന്ന് അടുത്തു വന്ന് നമ്മുടെ ആവശ്യങ്ങളും അവസ്ഥകളും ഈ ദൈവത്തോടൊന്ന് അറിയിച്ചാൽ നമ്മെ നടത്തുന്ന, നയിക്കുന്ന, നീതി നൽകുന്ന ദൈവത്തെ നിങ്ങൾക്കും ആശ്രയിക്കാം. സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.